ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു 20,000 mAh പവർ ബാങ്കാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതും നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഐഫോൺ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ എസ് സീരീസ് ഫോണുകൾ അല്ലെങ്കിൽ പിക്സൽ ഫോണുകൾ, അങ്ങനെ വില കൂടിയ ഫോണുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. നിങ്ങൾ അതും മാത്രമല്ല, നിങ്ങൾ ഒരു പവർ ബാങ്ക് നോക്കുന്ന ഒരാളാണെങ്കിലും കാണാൻ മറക്കണം. എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ പവർ ബാങ്ക്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ഇപ്പോൾ ആമസോണിലായിക്കോട്ടെ, ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ കുറേ ലോക്കൽ പവർ ബാങ്കുകൾ അവൈലബിൾ ആണ്. ഈ ബോട്ടും അങ്ങനെ കുറേ സാധനങ്ങൾ, ആംബ്രൈൻ്റെ ഒക്കെ തനി നല്ല ലോക്കൽ പവർ ബാങ്കുകളുണ്ട്. എൻ്റെ തന്നെ ഒരു ആംബ്രൈൻ്റെ പറഞ്ഞ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആംബ്രൈൻ്റെ പവർ ബാങ്കിൻ്റെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവന്മാർ വാറണ്ടിയും കാര്യങ്ങളൊന്നും വലിയ കാര്യമൊന്നും തരുന്നില്ല. വേറെ കാര്യം ഭയങ്കര ലോ പ്രൈസ് ആയിട്ട് നോക്കിയിട്ടേ ചില ആൾക്കാരുടെ സ്ഥിരം പരിപാടിയാണ്. എന്ന് വെച്ചാൽ 10,000-80,000 രൂപയുടെ ഫോൺ വാങ്ങിക്കും, എന്നിട്ട് 1000 രൂപയുടെ പവർ ബാങ്ക് വാങ്ങിച്ച് ഉപയോഗിക്കും. അതുപോലെ തന്നെ 1000 രൂപയുടെ ചാർജർ വാങ്ങിച്ച് ഉപയോഗിക്കും. ഇതാണ് ആൾക്കാരുടെ കുഴപ്പം. അപ്പോൾ നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി അതിൻ്റെ ആക്സസറീസ് തന്നെ വാങ്ങിക്കാൻ മറക്കാണ്ടിരിക്കുക. ശരിക്കും നോക്കുകയാണെങ്കിൽ ഐഫോൺസിൻ്റെ ഒക്കെ എന്താ പറയുക, ഐഫോൺ അപ്രൂവ്ഡ് ആയിട്ടുള്ള അക്സസറീസിനൊക്കെ പറയുന്നത് ബെൽക്കിൻ്റെയും ആങ്കറിൻ്റെ ഒക്കെയാണ്. അതിനൊക്കെ നല്ല കത്തി പ്രൈസാണ്. നിങ്ങൾക്ക് അതിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ സ്പീക്കറിൻ്റെ പവർ ബാങ്ക്. ഇത് നമുക്ക് ആക്ച്വലി മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന സ്പീക്കർ നിങ്ങൾക്ക് ആയിരിക്കും. നമ്മുടെ കേസൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് സൗത്ത് കൊറിയൻ ബ്രാൻഡാണ് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇറക്കുന്ന ഒരു പവർ ബാങ്കുകളാണ്. നമ്മൾ 2-3 പവർ ബാങ്കുകൾ ഇതിൻ്റെ സ്പീക്കറിൻ്റെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്പീക്കറിൻ്റെ പവർ ബാങ്ക് ചെയ്യാൻ മെയിൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കുറേ പവർ ബാങ്ക്സുകൾ ഉപയോഗിക്കുന്നതാണ്. ഇത് എൻ്റെ ഒരു സ്പീക്കറിൻ്റെ ഒരു പണ്ടത്തെ പവർ ബാങ്കാണ്. ഓൾമോസ്റ്റ് 2-3 കൊല്ലമായിട്ടുണ്ടാവും നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. ഇത് വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നൊരു പവർ ബാങ്കാണ്. ഇപ്പോഴും ഈ സാധനം ഒരു പ്രശ്നമില്ലാണ്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇൻഡിക്കേഷൻ കാണുന്നുണ്ടാവും കണ്ടോ. ഇപ്പോഴും ഈ സാധനം സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പ്രോബ്ലവും ഇല്ല. നമുക്ക് 20 വാട്ടാണ് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ 65 വാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറഞ്ഞ കാണാം. അത് 65 വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 65 വാട്ടിൻ്റെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി സാധനം വാങ്ങിക്കാൻ മറക്കരുത്. അല്ലാണ്ട് ഈ ലോക്കൽ സാധനങ്ങളൊന്നും പോയി വാങ്ങിക്കാണ്ടിരിക്കുക. ആംബ്രാൻഡ് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ കുറേ ആംബ്രാൻഡ് ഇരിക്കുന്നുണ്ട്. അതിൽ പകുതി തന്നെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, പകുതി തന്നെ അത് യൂസ് ചെയ്താലുള്ള സാധനം കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ്. ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ആംബ്രാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. 1 കൊല്ലം പോലെ ആയിട്ടില്ല. നിങ്ങൾ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു ഗ്രീൻ കളർ 20,000 mAh. ആ സാധനം ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഷോർട്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഇവർക്ക് മെയിലും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു റെസ്പോൺസും ഇല്ല. അപ്പോൾ വലിയ വില കുറവാണ്. 20,000 1500 താഴേക്ക് സാധനം കിട്ടുന്നുള്ളൂ. അതിന് പകരം ഈ സാധനത്തിനാണെങ്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ വരുന്നുണ്ട്. 2600 ആ റേഞ്ചിലൊക്കെ പ്രൈസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പീക്കറിൻ്റെ കുറേ കാലം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി സ്പീക്കർ ഇത് വാങ്ങിച്ചാണ്. നമ്മൾ പ്രൊമോഷണൽ സംഭവം ഒന്നുമല്ല, ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ സ്പീക്കറിൻ്റെ ബോക്സാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് വരുന്നുണ്ട്. പോരാത്തതിന് ഇത് നമ്മുടെ എന്താ പറയുക, വൈറ്റ് ബോക്സ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഇത് മെറ്റാലിക് ബിൽഡാണ് കേട്ടോ. മെറ്റാലിക് ബിൽഡാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് മെറ്റാലിക് അല്ല, അതുകൊണ്ടാണ് അത് റബ്ബർ ഫിനിഷ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുമ്പോൾ കുറേ പാടുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇത് പക്ഷേ മെറ്റാലിക് ആണ്. 20,000 mAh കൂടെ 20,000 mAh പവർ ബാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു പൗച്ചും കിട്ടും. ഞാൻ 10,000 mAh പവർ ബാങ്കും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളൊരു 1500 താഴെ പവർ ബാങ്ക് സ്പീക്കറിനെ നോക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് 16 സേഫ്റ്റി ക്രൈറ്റീരിയ വരുന്ന ഒരു പവർ ബാങ്കാണ്. ചെക്ക് ചെയ്തുള്ള വരുന്ന യൂണിവേഴ്സൽ കോമ്പാറ്റബിലിറ്റി ആണ്. പ്രീമിയം ബാറ്ററി സെൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 30 വാട്ടിൻ്റെ PPS ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്. 30 വാട്ടാണ് വരുന്നത്. 45 വാട്ടും 50 65 വാട്ടൊന്നും ഇല്ല കേട്ടോ. 30 വാട്ടേ ഉള്ളൂ. 20,000 mAh ആണ് വരുന്നത്. ഇതിൻ്റെ പേര് വരുന്നത് ആർക്ക് പാക്ക് എന്നാണ് കേട്ടോ. ആർക്ക് പാക്ക് എന്നാണ് പേര് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ക്വാണ്ടം ബൂസ്റ്റ് ടെക്നോളജിയാണ് വരുന്നത്. ഇൻ്റലിജൻറ്റ് പവർ ഡിഫ്യൂഷൻ ടെക്നോളജിയും വരുന്നുണ്ട്. എയർ ബൂസ്റ്റ് ടെക്നോളജി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റലിജൻറ്റ് സേഫ്റ്റി, അതായത് ഹീറ്റ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 1 കൊല്ലം വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും പറയാനുള്ളത്, ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 3600 രൂപയ്ക്കാണ്. അതിൻ്റെ ഓൾമോസ്റ്റ് 1000 രൂപ കുറഞ്ഞിട്ടാണ് നമുക്ക് വിൽക്കുന്നത്. ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോൺ തന്നെ ഞാനും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലൂടെ എന്താ പറയുക, ഒരു പൗച്ച് കിട്ടും, ഒരു വലിയ ഒരു ടൈപ്പ് സി കേബിൾ കിട്ടും. അതുപോലെ തന്നെ കുറച്ച് ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അത്രേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാനായിട്ട് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ലെൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പോൾ ഇങ്ങനത്തെ 2 സാധനങ്ങൾ കിട്ടും. സ്പീക്കറിൻ്റെ ഒരു കാർഡ്, ഇതെന്താ സാധനം, താങ്ക് യു കാർഡാണ് വരുന്നത്. ഒരു സ്പീക്കറിൻ്റെ ഒരു താങ്ക് യു കാർഡാണ് വരുന്നത്. പിന്നെ നമുക്കൊരു ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ബോക്സിൽ. ഇത് 2 മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഈ പവർ ബാങ്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട്, അത് വേറെ ചുമ്മാ ഞാൻ അൺബോക്സിങ് ആയിട്ട് മുമ്പ് കത്തിരിക്കല്ല, യൂസ് ചെയ്ത് നോക്കി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ MT കാണുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ പവർ ബാങ്ക് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ പൗച്ച് വരുന്നത്. സ്പീക്കറിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് പൗച്ചും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് ബ്ലൂ കളറിലും ബ്ലാക്ക് കളറിലും അവൈലബിൾ ആണ്. മെറ്റാലിക്കാണ് കേട്ടോ, മെറ്റലാണ്. ഇതാണ് വരുന്നത് പവർ ബാങ്കിൻ്റെ തടി. നിങ്ങൾക്ക് നോക്കാം കണ്ടോ,
ഇത്രയും തടിയാണ് വരുന്നത്. ഇത്രയും വലിയ ഒരു ടൈപ്പ് സി കേബിൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് ഞാൻ മുമ്പ് കാണിച്ചില്ല, ഒരു സ്പീക്കറിൻ്റെ പവർ ബാങ്ക്, അതിൻ്റെയും കൂടി ഇത്രയും വലിയ പവർ ബാങ്കിൻ്റെ കേബിൾ തന്നെയായിരുന്നു. നോർമലി നമ്മൾ പവർ ബാങ്ക് ഒക്കെ വാങ്ങിക്കുമ്പോൾ കുട്ടി കേബിളല്ല കിട്ടുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ വേറെ ഉപയോഗിക്കുന്നതാണ് സാംസങ്ങിൻ്റെ തന്നെ ഉണ്ടോ, ഇതിൽ ഇത്രയും ചെറിയ സാധനമാണ് കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ വേറെ തന്നെ പ്രൊമേറ്റിൻ്റെ ആണത്, ഇതിൻ്റെയൊക്കെയാണ് ചെറിയ കേബിളുകളാണ്. ഇതിൽ നമുക്ക് വലിയ കേബിൾ കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ നോർമൽ എന്താ പറയുക ചാർജറിൻ്റെ കേബിളില്ല, അത്രയും ലെങ്ത് ഉണ്ട്, അത് കെട്ടി വെച്ചിട്ട്. അപ്പോൾ അത് കിട്ടുന്നുണ്ട്. പിന്നെ സ്പീക്കറിൻ്റെ ലോഗോ വരുന്നുണ്ട്, മെറ്റലാണ്. പിന്നെ 2 ടൈപ്പ് സിയും ഒരു ടൈപ്പ് എ പോർട്ടുമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇത് നമുക്ക് 30 വാട്ട് വരുന്നുണ്ട്, ടൈപ്പ് സി ആണ് 30 വാട്ട്, മറ്റേ നമുക്ക് 18 വാട്ടാണ് വരുന്നത്. നമുക്കൊരു ബട്ടണുണ്ട് ഇവിടെ ഉണ്ട് ചെക്ക് ചെയ്യാനുള്ളത്. പിന്നെ വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ കുത്തി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഞാൻ പിക്സലിൽ കാണിച്ചു തരാം. പിക്സലിൽ നമുക്ക് നോർമലി 30 വാട്ടാണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പിക്സലിൽ കുത്തി കാണിച്ചു തരാം. കയറിയില്ലേ? അതൊരു മിനിറ്റ്, ഞാൻ ഇത് വരേണ്ടി വരും, ഈ കേസ് വരേണ്ടി വരും. ഇത് കാരണം ഫുള്ള് കയറുന്നില്ല. അത് റിങ്കേൻ്റെ കേസാണ്. റിങ്കയും ഒരു സൗത്ത് കൊറിയൻ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. റിങ്കയുടെ പവർ ബാങ്ക് നമുക്ക് ചാർജറൊക്കെ കിട്ടും നല്ലത്. ഗ്യാൻ ചാർജറൊക്കെ റിങ്കയുടെ നല്ല ചാർജറാണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതാ നമ്മളതിൽ കുത്താൻ പോവാണ്. ഇതാ ചാർജ് കയറി തുടങ്ങി, ഫാസ്റ്റ് ചാർജിങ് വന്നു കണ്ടു. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും, ചാർജിങ് കയറണം നിങ്ങൾക്ക് കാണുന്നതായിരിക്കും കേട്ടോ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ സാംസങ്ങിൽ കാണിച്ചു തരാം. മറ്റേ നമ്മുടെ വിവോ ഓപ്പോ ഒന്നും ഫാസ്റ്റ് ചാർജിങ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് വിവോ ഓപ്പോ ഫോണുകളിലൊക്കെ നമുക്ക് PD ചാർജിങ് 30 വാട്ട് വരെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അത് കിട്ടും. 80 വാട്ടും അല്ല, മാക്സിമം അതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഞാൻ പറഞ്ഞല്ലോ 30 വാട്ടാണ്. എന്താ ഒന്ന് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 കിട്ടുന്നില്ല. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 വേണമെങ്കിൽ 45 വാട്ട് വേണം. അപ്പോൾ അത് കിട്ടുന്നില്ല. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 1.0 ആണ് കിട്ടുന്നത് കേട്ടോ സാംസങ് ഡിവൈസിലും കാണലൊക്കെ. അപ്പോൾ അതും ഈസിയാണ്. അപ്പോൾ ഇതാണ് ഒരു എന്താ പറയുക ഒരു നോർമൽ ഞാൻ മെയിനായിട്ട് നമ്മളിത് റെക്കമെൻഡ് ചെയ്യുന്ന ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, സാംസങ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, പിക്സൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, നത്തിങ്ങിൻ്റെ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ നിങ്ങൾക്ക് ഈ സാധനം നല്ല റെക്കമെൻഡ് ആണ്. എന്താ വെച്ചാൽ എല്ലാം PD ചാർജിങ് സപ്പോർട്ട് വരുന്ന ഡിവൈസുകളാണ്. അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം സ്പീക്കറിൻ്റെ ഒക്കെ കണ്ണും പൊട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വലിച്ചു നീട്ടുന്നില്ല. ഞാൻ ലിങ്ക് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ആമസോണിൽ വാങ്ങിച്ച് നമുക്ക് ഫാസ്റ്റ് ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആമസോണിൻ്റെ ലിങ്ക് കൊടുക്കാം. ഞാൻ വേണമെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത് കാണാം.